1937 ഡിസംബർ 28-ന് മുംബൈയിലെ പ്രശസ്തമായ ടാറ്റ കുടുംബത്തിൽ നാവൽ ടാറ്റയുടെയും സുനി ടാറ്റയുടെയും മകനായാണ് രത്തൻ ടാറ്റ ജനിക്കുന്നത്. ജന്മം കൊണ്ട് വലിയൊരു കുടുംബത്തിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അത്ര സന്തോഷകരമായിരുന്നില്ല. രത്തന് 10 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. അന്നത്തെ കാലത്ത് അത് വലിയൊരു സാമൂഹിക ഒറ്റപ്പെടലിന് കാരണമായി. തുടർന്ന് മുത്തശ്ശിയായ നവാജ് ഭായ് ടാറ്റയാണ് രത്തനെയും അദ്ദേഹത്തിന്റെ സഹോദരനായ ജിമ്മയെയും വളർത്തിയത്. പണത്തേക്കാൾ ഉപരി വിനയം, മാന്യത, സഹജീവി സ്നേഹം എന്നീ മൂല്യങ്ങളാണ് മുത്തശ്ശി അദ്ദേഹത്തിന് പകർന്നു നൽകിയത്. എത്ര വലിയ തർക്കങ്ങൾ ഉണ്ടായാലും അന്തസ്സ് കൈവിടാതെ എങ്ങനെ സംസാരിക്കാമെന്ന് താൻ പഠിച്ചത് മുത്തശ്ശിയിൽ നിന്നുമാണെന്നാണ് പിന്നീട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഉപരിപഠനത്തിനായി അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിലെത്തി. ആർക്കിടെക്ചറിലും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലുമായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. അമേരിക്കയിലെ സ്വതന്ത്രമായ ജീവിതം അദ്ദേഹം ഏറെ ആസ്വദിച്ചു. പഠനമെല്ലാം പൂർത്തിയാക്കിയ ശേഷം പ്രശസ്ത അമേരിക്കൻ കമ്പനിയായ IBM-ൽ രത്തന് നല്ലൊരു ജോലി ലഭിച്ചു. എന്നാൽ പെട്ടെന്നായിരുന്നു കഥയിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അന്നത്തെ ടാറ്റ ഗ്രൂപ്പ് ചെയർമാനായ JRD ടാറ്റ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിച്ചു. നിനക്ക് ജോലി ചെയ്യണമെങ്കിൽ അത് ടാറ്റയിലായിരിക്കണമെന്ന് അദ്ദേഹം തർപ്പിച്ചു പറഞ്ഞു. അങ്ങനെ 1962-ൽ രത്തൻ ടാറ്റ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ടാറ്റ ഗ്രൂപ്പ് ഉടമയുടെ ചെറുമകനായിട്ട് കൂടി അദ്ദേഹത്തിന് നേരിട്ട് വലിയൊരു പദവികളൊന്നും ടാറ്റയിൽ ലഭിച്ചിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ജംഷഡ്പൂരിലെ ടാറ്റ സ്റ്റീൽ പ്ലാന്റിൽ ഒരു സാധാരണ തൊഴിലാളിയായി ജോയിൻ ചെയ്തു. കൽക്കരിയും ചുണ്ണാമ്പുകല്ലും കോരിടാനും അതുപോലെ തന്നെ ഗ്ലാസ് ഫർണിച്ചറുകൾക്ക് മുന്നിൽ ജോലി ചെയ്യാനുമായിരുന്നു അദ്ദേഹത്തെ നിയോഗിച്ചത്. ബിസിനസിന്റെ താഴെത്തട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ രത്തൻ നേരിട്ടത് ഈ ഒരു സമയത്തായിരുന്നു. വർഷം 1991. ഇന്ത്യ സാമ്പത്തിക ഉദാരവൽക്കരണത്തിലേക്ക് കടക്കുന്ന കാലഘട്ടം. അരനൂറ്റാണ്ടിലേറെയായി ടാറ്റയെ നയിച്ച മഹാത്മാന്മാരായ JRD ടാറ്റ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. ടാറ്റയുടെ പുതിയ ചെയർമാനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് രത്തൻ ടാറ്റയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അന്നത്തെ ടാറ്റ ഗ്രൂപ്പ് ഇന്നത്തെ പോലെ ഒരു കേന്ദ്രീകൃത കമ്പനി ആയിരുന്നില്ല. റൂസി മോദി, ദർബാരി സേത്ത്, അജിത് കേൽക്കർ തുടങ്ങിയ കരുത്തരായ തലവന്മാർ തങ്ങളുടെ കമ്പനിയെ സ്വന്തം സാമ്രാജ്യം പോലെ ഭരിക്കുകയായിരുന്നു. ടാറ്റ സൺസിന് ഈ കമ്പനികളിൽ വളരെ കുറഞ്ഞ ഓഹരി പങ്കാളിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രത്തൻ ടാറ്റ നേരിട്ട ആദ്യ വെല്ലുവിളി സ്വന്തം വീട്ടിൽ നിന്നായിരുന്നു. അനുഭവ സമ്പത്തില്ലാത്ത ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പലരും കളിയാക്കി. എന്നാൽ രത്തൻ ടാറ്റ ഇതൊന്നും മൈൻഡാക്കിയില്ല. അദ്ദേഹം കടുത്ത തീരുമാനങ്ങൾ എടുത്തു. പഴയ പ്രമാണിമാരെ പദവികളിൽ നിന്നും മാറ്റുകയും യുവരക്തത്തിന് അവസരം നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ടാറ്റ സൺസിന്റെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിച്ച് ഗ്രൂപ്പിന്റെ നിയന്ത്രണം ടാറ്റയുടെ കൈകളിൽ ഭദ്രമാക്കി. മാനേജ്മെന്റ് ഒക്കെ ശരിയാക്കിയ ശേഷം രത്തൻ ടാറ്റ അടുത്ത റിസ്കിലേക്ക് കടന്നു. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച പാസഞ്ചർ കാർ, അതായിരുന്നു അദ്ദേഹം നേരിട്ട അടുത്ത വെല്ലുവിളി. അങ്ങനെ 1998-ൽ ടാറ്റ ഇൻഡിക ജന്മമെടുത്തു. മോർ കാർ പെർ കാർ എന്ന ടാഗ് ലൈനോടെ വന്ന ഇൻഡിക തുടക്കത്തിൽ തന്നെ ജനശ്രദ്ധ നേടിയെങ്കിലും സാങ്കേതിക തകരാറുകൾ കാരണം വിൽപ്പനയിൽ വൻ തിരിച്ചടി നേരിട്ടു. അങ്ങനെ കമ്പനി വലിയൊരു നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ടാറ്റ ഗ്രൂപ്പിലെ ഭൂരിഭാഗം ആളുകളും കാർ ബിസിനസ് വിൽക്കാൻ രത്തൻ ടാറ്റയോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് 1999-ൽ കാർ ഡിവിഷൻ വിൽക്കാനായി അദ്ദേഹം അമേരിക്കയിലെ ഫോർഡ് ആസ്ഥാനത്തെത്തുന്നത്. അവിടെ വെച്ച് ബിൽഫോർഡ് രത്തൻ ടാറ്റയുടെ പരിഹാസത്തോടെ ഒരു കാര്യം ചോദിച്ചു: നിങ്ങൾക്കൊന്നും അറിയാത്ത ഈ കാർ ബിസിനസ്സിലേക്ക് എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത്? ഈ വാക്കുകൾ തുളച്ചു കയറിയത് രത്തൻ ടാറ്റയുടെ മനസ്സിലായിരുന്നു. അങ്ങനെ രത്തൻ ടാറ്റ ഒരു കാര്യം തീരുമാനിച്ചു: കാർ ബിസിനസ് വിൽക്കുന്നില്ല. ഇനിയുള്ള അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ടാറ്റ ഇൻഡിഗയെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. രത്തൻ ടാറ്റ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ടാറ്റ മോട്ടോഴ്സിലെ എഞ്ചിനീയർമാർക്കൊപ്പം രാപ്പകലില്ലാതെ ജോലി ചെയ്തു. ഇൻഡിഗയുടെ എഞ്ചിൻ ഡിസൈനും പൂർണ്ണമായി തിരുത്തി എഴുതി. അങ്ങനെ ഇൻഡിക V2-നെ അവർ അവതരിപ്പിച്ചു. ഇത് വൻ വിജയമായിരുന്നു. പിന്നീട് ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിലെ തന്നെ വലിയ വാഹന നിർമ്മാതാക്കളായി വളർന്നു. വർഷങ്ങൾ കടന്നുപോയി. 2008-ൽ ലോകം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീണു. അമേരിക്കയിലെ വൻകിട കമ്പനികളെ പോലും ഇത് നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. ഇതിൽ ഫോർഡ് മോട്ടോഴ്സും ഉണ്ടായിരുന്നു. അവരുടെ പ്രീമിയം ബ്രാൻഡുകളായ ജാഗറും ലാൻഡ് റോവറും വൻ നഷ്ടത്തിലായി. അങ്ങനെ അത് അവർ വിൽക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ആ ഒരു സമയത്ത് അത് വാങ്ങുവാൻ ആരും തയ്യാറായിരുന്നില്ല. ഈ ഒരു സമയത്താണ് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ അത് വാങ്ങുവാനായി മുന്നോട്ട് വന്നത്. മറ്റാരുമായിരുന്നില്ല, അദ്ദേഹം രത്തൻ ടാറ്റ തന്നെയായിരുന്നു. അങ്ങനെ $2.3 ബില്യൺ ജാഗറും ലാൻഡ് റോവറും ടാറ്റ വാങ്ങി. ഇതിന്റെ ഒപ്പിടൽ ചടങ്ങിൽ ബിൽഫോർഡ് രത്തൻ ടാറ്റയുടെ ഒരു കാര്യം പറഞ്ഞു: യു ആർ ഡൂയിങ് ആസ് എ ബിഗ് ഫേവർ ബൈ ബൈയിങ് JLR. അപമാനിച്ച അതേ നാവുകൊണ്ട് തന്നെ നന്ദി പറയിച്ച നിമിഷം. എടുക്കുമ്പോൾ നഷ്ടത്തിലായിരുന്ന JLR-നെ പുതിയ മോഡലുകളിലൂടെയും കൃത്യമായ സ്ട്രാറ്റജിയിലൂടെയും വെറും കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് രത്തൻ ടാറ്റ വലിയ ലാഭത്തിലാക്കി മാറ്റി. ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന വലിയൊരു ചോദ്യമായിരിക്കും: എന്തുകൊണ്ടാണ് രത്തൻ ടാറ്റ ലോക സമ്പന്നരുടെ ലിസ്റ്റിൽ വരാത്തത്? പോട്ടെ, ഇന്ത്യയിലെ സമ്പന്നരുടെ ലിസ്റ്റിൽ പോലും എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അതിന്റെ പ്രധാന കാരണം ടാറ്റ സൺസിന്റെ ലാഭത്തിന്റെ 66% പോകുന്നത് ടാറ്റ ട്രസ്റ്റ് വഴിയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് സമ്പന്നരുടെ ലിസ്റ്റിൽ ആദ്യ സ്ഥാനങ്ങളിൽ കാണാത്തത്. എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ സമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് രത്തൻ ടാറ്റ.